ഹായ് ഓൾ, നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോണത് ഇറ്റലി വേഴ്സസ് നോർത്തേൺ അയർലൻഡ് പ്ലേ ഓഫ് മത്സരത്തെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ ഇറ്റലി ടീം വേൾഡ് ഫേമസ് ഡിഫൻസ് ഉണ്ടായിരുന്ന, അതുപോലെ ഒരു 10-20 വർഷം നമ്മളൊക്കെ വളരെ ആരാധനയോടെ കണ്ടിരുന്ന ഡിഫൻഡേഴ്സ് നെസ്റ്റ, കന്നവാരോ, മാൾഡീനിയോ ഒക്കെ കളിച്ചിരുന്ന ഇറ്റലി ലാസ്റ്റത്തെ 2 വേൾഡ് കപ്പ് കളിച്ചിട്ടില്ല. അവർക്ക് ക്വാളിഫൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവർ പ്ലേ ഓഫ് വരെ എത്തി തോറ്റുപോവുകയാണ് കഴിഞ്ഞ 2 വട്ടവും ഉണ്ടായത്, 2018-ലും 2022-ലും. അതിനിടയ്ക്ക് അവർ 2021 നടന്ന യൂറോ മത്സരം കപ്പ് ചാമ്പ്യന്മാരായി. അതൊരു നല്ല ടീമായിരുന്നു. പക്ഷെ അതിന് ശേഷം അവർ വീണ്ടും പുറകോട്ട് പോയി. അപ്പൊ ഞാനൊരു വലിയ ഇറ്റാലിയൻ ഫുട്ബോൾ ആരാധകനാണ്. ഇറ്റാലിയൻ പ്ലേയേഴ്സിനൊക്കെ ഞാൻ ഒരുപാട് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇറ്റലിക്ക് ഇപ്പൊ ഈ പ്ലേ ഓഫ് മത്സരം വരുന്നത് നോർത്തേൺ അയർലൻഡ്. അത് കഴിഞ്ഞ് നോർത്തേൺ അയർലൻഡിനെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മത്സരം കൂടി കളിക്കണം, ബോസ്നിയ വേഴ്സസ് വെയിൽസ്. ആ മത്സരത്തിലെ വിജയികള് നമ്മൾ നേരിട്ട് അവരെ തോൽപ്പിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് പ്ലേ ഓഫിന് യോഗ്യത. സോറി. അപ്പോ നമുക്ക് ഇപ്പൊ ഫസ്റ്റ് നടക്കുന്ന ഈ മത്സരത്തിൽ നമുക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്. ഇറ്റലി വേഴ്സസ് നോർത്തേൺ അയർലൻഡ് മാച്ച് നടക്കുന്നത് ഇറ്റലിയുടെ സ്റ്റേഡിയം, ഇറ്റലിയുടെ നാട്ടിലെ അറ്റ്ലാന്റ ക്ലബിന്റെ സ്റ്റേഡിയത്തിലാണ് കളി നടക്കുന്നത്. അപ്പൊ അതിന്റെ ഹോം അഡ്വാൻറ്റേജ് ഉണ്ട്. നമുക്ക് ജയിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് മാച്ച് വെയിൽസ് വേഴ്സസ് ബോസ്നിയ മത്സരത്തിലെ വിജയികളെ നമുക്ക് മറ്റൊരു അവേ സ്റ്റേഡിയത്തിൽ പോയിട്ടാണ് ജയിച്ചാലാണ് നമുക്ക് ക്വാളിഫിക്കേഷൻ വേൾഡ് കപ്പിന് ബെർത്ത് ഉറപ്പാകുന്നത്. അപ്പോൾ ഇന്നത്തെ മത്സരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കോച്ച് ഗന്നാരോ ഗട്ടൂസോ ഓൾറെഡി വളരെ ഡെസ്പറേറ്റ് ആണ് കളി ജയിക്കാൻ വേണ്ടി. ആൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ആൾക്ക് ഈ കളി ജയിക്കാൻ പറ്റിയില്ല, നമ്മുടെ ടീമിനെ ക്വാളിഫൈ ചെയ്യിക്കാൻ പറ്റിയില്ലെങ്കിൽ ആള് ഈ പണിയും രാജിവെച്ച് ഈ നാട്ടിലെ നിൽക്കില്ല, ഇറ്റലി തന്നെ വിട്ട് ലോകത്തിന്റെ വേറെ എവിടെയെങ്കിലും പോയി ജീവിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൾ അത്രയും ജയിക്കാൻ വേണ്ടി അത്രയും വിഷമിച്ച് ഡെസ്പറേറ്റ് ആയിട്ട് നിൽക്കുകയാണ്, അത്രയും വാശിയോടെയാണ്. പിന്നെ നമുക്കറിയാം ഗട്ടൂസോ ഫോർമർ ഇറ്റലിയുടെ ഗ്രേറ്റ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ് അദ്ദേഹം പ്ലെയേഴ്സിനെല്ലാം പകർന്നു കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. നമ്മുടെ സ്ക്വാഡില് ഒരു ന്യൂസ് ഉള്ളത് ഫ്രെഡറിക്കോ ചിയസ, ലിവർപൂൾ താരം, സ്ക്വാഡ് ലീവ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു മൈനർ ഇഞ്ചറി ഉണ്ട്. ടൊണാലി, ന്യൂകാസ്റ്റലിന്റെ ടൊണാലിക്ക് കഴിഞ്ഞ ആഴ്ച ന്യൂകാസ്റ്റലിലെ ഒരു മത്സരത്തിൽ, ബാർസലോണയായിട്ടുള്ള മത്സരത്തിൽ പരിക്കേറ്റിരുന്നെങ്കിലും അദ്ദേഹം തിരിച്ച് ഈ വേൾഡ് കപ്പ് ക്വാളിഫൈ മത്സരത്തിന് ഇറ്റലിയിലെ ടീമിൽ ചേർന്നിട്ടുണ്ട്. അപ്പോൾ നോർമലി നമ്മുടെ ലൈനപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ മെയിൻ, നമ്മുടെ ക്യാപ്റ്റൻ ഡൊണരുമ കീപ്പർ, ലെഫ്റ്റ് വിങ്ങിൽ ഇന്റർ മിലാന്റെ ഡിമാർക്കോ, ബസ്റ്റോണി സെന്റർ ബാക്ക്, ആർസണലിന്റെ കാൽഫിയോറി സെന്റർ ബാക്ക്, റൈറ്റ് ബാക്കിൽ കാമ്പിയാസോ. ഡിഫൻസ് മിഡ്ഫീൽഡ് വരുന്നത് നോർമലി ബാരല, ടൊണാലി, ലൊക്കാറ്റലി, ഫ്രെറ്റസി. ഇപ്പൊ നമ്മുടെ ഇറ്റലിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഡിഫൻസും മിഡ്ഫീൽഡും നല്ല സ്ട്രോങ് തന്നെയാണ്. അറ്റാക്കിങ്ങിലാണ് നമുക്ക് പ്ലെയേഴ്സ് അധികം ഇല്ലാത്തത്. ഇപ്പൊ നോർമലി ഇപ്പൊ കുറച്ച് ഫോമിൽ കളിക്കുന്ന എസ്പോസിറ്റോയും റെട്ടിഗിയും ആയിരിക്കും ഫ്രണ്ടില് ഗട്ടൂസ് ഇറക്കാൻ തോന്നുന്നു. നമ്മുടെ ടീമിന്റെ ഒരു വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിഫൻസിലും മിഡ്ഫീൽഡിലും നല്ല പ്ലെയേഴ്സ് ഉണ്ട്, ക്വാളിറ്റി പ്ലെയേഴ്സ് ഉണ്ട്. ഫോർവേഡ്സിലും നമുക്ക് ഗോൾ സ്കോർ ചെയ്യാൻ കഴിവുള്ളവരുണ്ടെങ്കിലും നമ്മുടെ ടീമിനൊരു ഒത്തിണക്കമില്ല. ഒരു ജയിക്കേണ്ട സമയത്തൊരു നല്ലൊരു ഫൈറ്റ് കൊടുക്കാനുള്ള ഒരു ടീം വർക്ക് ഇടുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ സമീപകാലത്ത് ഇറ്റലിയുടെ ടീമിന് വരുന്നൊരു പ്രോബ്ലം അതാണ്. നല്ല ടാലന്റ് ഉള്ള ഡിഫൻഡേഴ്സും മിഡ്ഫീൽഡേഴ്സും അവരുടെ സ്വന്തം ക്ലബ്ബുകളിൽ വളരെ നന്നായി കളിക്കുമ്പോൾ ഇറ്റലി ടീമിൽ വരുമ്പോൾ അവരെ കളി ആ ഒരു ലെവലിലേക്ക് എത്തുന്നില്ല. അയർലൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ അവരുടെ പ്രധാന പ്ലെയർ ആയിട്ടുള്ള കോണർ ബ്രാഡ്ലി, ലിവർപൂളിന്റെ കോണർ ബ്രാഡ്ലി പരിക്ക് പറ്റി പോയി പുറത്താണ് ഈ സീസൺ മുഴുവൻ. പിന്നെ അവരുടെ ടീമില് അത്ര ഒരു ഹൈ ക്വാളിറ്റി പ്ലെയേഴ്സ് എന്ന് പറയാൻ 2 പേരുള്ളത് സണ്ടർലാൻഡിന് വേണ്ടി കളിക്കുന്ന 2 പേരാണ്. അവരുടെ സണ്ടർലാൻഡിന്റെ 2 സെന്റർ ബാക്കുകളായിട്ടുള്ള 2 പ്ലെയേഴ്സ് ഉണ്ട് നോർത്തേൺ അയർലൻഡില്. വേറെ അങ്ങനെ കാര്യമായിട്ട് ഒരു ഇറ്റലിക്ക് ഒരു നല്ല ത്രെറ്റ് കൊടുക്കാൻ പറ്റുന്ന പ്ലെയേഴ്സ് നോർത്തേൺ അയർലൻഡിൽ ഇല്ല. ഭൂരിഭാഗം പേരും ഇംഗ്ലണ്ടിലെ തന്നെ പ്രീമിയർ ലീഗിന്റെ തൊട്ട് താഴെയുള്ള ഡിവിഷനുകളിൽ കളിക്കുന്ന ക്ലബുകളിലത്തെ പ്ലെയേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഫിക്സ്ചർ ഈസി ആയിട്ട് കടക്കാൻ പറ്റുന്നത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പ്ലേ ഓഫ് വരുന്നത് മാർച്ച് 26 രാത്രി 11:45 UAE സമയം. ഇന്ത്യൻ സമയം ഒരു 1:15 വരും പുലർച്ചെ, മാർച്ച് 27 പുലർച്ചെ ആയിരിക്കും. അപ്പൊ ഇന്നത്തെ മാച്ച് തീർച്ചയായും ഞാൻ കാണും. ഞാൻ ഇറ്റലിയിലെ പണ്ടുകാലം തൊട്ടുള്ള ഒരു ആരാധകനായതുകൊണ്ട് തന്നെ ഞാൻ ഈ കളി മിസ് ചെയ്യില്ല. കൂടുതൽ അപ്ഡേറ്റ് നമുക്ക് ഈ കളി കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് പങ്കുവയ്ക്കാം.